അസ്സലാമലൈക്കും. നമുക്കിന്നൊരു ഉഴുന്ന് വട ഉണ്ടാക്കാം. ആ ഉഴുന്ന് വടയിൽ നമ്മൾ ഇടുന്ന ഐറ്റങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. മുരിമുരാന്ന് ചായക്കും ഉഴുന്ന് വടയ്ക്കും സെറ്റായിട്ട് അടിപൊളി ഉഴുന്ന് വട നമുക്ക് ഉണ്ടാക്കിയിട്ട് വരാം. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. പിന്നെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തതിൽ നമ്മുടെ ഒരു കൂട്ടുകാർ ഉഴുന്ന് വടയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അവർക്കും വേണ്ടിയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉഴുന്ന് വടയൊക്കെ നോക്കിയാൽ സൂപ്പറായിട്ട് നല്ല മൊരുന്നുണ്ട്. കണ്ടേ, സൗണ്ട് വരുന്ന കണ്ടില്ലേ? നല്ല മൊരുന്നുണ്ട് ഇത്. അപ്പോൾ നമുക്ക് ഇതും 4 മണിക്കൊരു ചായയും കൂടി കുടിച്ചാൽ സൂപ്പറാണ്. നമ്മൾ ഉഴുന്ന് കാലത്ത് വെള്ളത്തിലിട്ട് നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. അപ്പോൾ അത് 2-3 വട്ടം കഴുകി ഇനി നമ്മൾ 2 പ്രാവശ്യമായിട്ട് തരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഉഴുന്നൊക്കെ നല്ലപോലെ അരച്ച് വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് ഉഴുന്ന് തന്നെ എടുത്തിട്ടുള്ളൂ. നമ്മൾ 1 ഗ്ലാസ് ഉഴുന്നെടുത്തിട്ട് നല്ലപോലെ കുതിർത്തിയിട്ട് 2-3 വട്ടം കഴുകിയിട്ട് നല്ല കല്ല് പോലെ അരച്ച് വെച്ചിട്ടുണ്ട്. ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല. തരീശ വെള്ളം തെളിച്ചിട്ടാണ് നമ്മൾ ഇത് അരച്ചെടുത്തിരിക്കുന്നത്. വെള്ളം ചേർത്താൽ ഒരുപാട് വെള്ളം ഒഴിക്കാനേ പാടില്ല, ഒരു തരീശ. അപ്പോൾ അതിന് നമുക്ക് ചെറിയൊരു ബൗളിൽ ചെറിയൊരു 2-4-5 സ്പൂൺ പോലത്തെ അരിപ്പൊടി, നമ്മൾ പത്തിരി നൂലപ്പൊക്കെ ഉണ്ടാക്കില്ല അങ്ങനത്തെ അരിപ്പൊടിയാണ്. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് ചെറിയുണ്ട്. അപ്പോൾ എണ്ണ പിടിച്ച് ഇങ്ങനെ എണ്ണ കുടിക്കില്ല, നല്ലോണം എണ്ണ കുടിക്കില്ല, അതിനാണ് നമ്മളത് ഇടുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു 2-3 ചെറിയുള്ളി കുഞ്ഞേതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ ചെറിയുള്ളിയും കൂടി നമ്മളിതിലേക്ക് ഇടുകയാണ്. ഒരു പഴുത്ത പച്ചമുളക് ഇടുന്നുണ്ട്. ഒരു കുറച്ച് കുരുമുളക് നമ്മളിതിലേക്ക് ഇടുന്നുണ്ട്. ഒരു തരി വേപ്പല, ഒരു തരി മല്ലിയില, അതും കൂടി നമ്മളിതിലേക്ക് ഇടുന്നുണ്ട്. പാകത്തിന് നമ്മൾ ഉപ്പ്, പൊടിയുപ്പ് പാകത്തിന് ഉപ്പും. നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നല്ലപോലെ കുഴച്ചൊക്കെ എടുത്ത് മതി, പാകം മതി, അത്ര ഇതൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. നമ്മൾ കുഴച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇതാണ് ഉഴുന്ന് വടയുടെ പാകം. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരാളിതിൽ ആവശ്യപ്പെട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഉഴുന്ന് വട ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ ഇടുന്ന രീതിയൊക്കെ നമ്മളെല്ലാവർക്കും ഉഴുന്ന് വട ഉണ്ടാക്കാനൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം, ഉണ്ടാക്കാറുണ്ട്. എന്നാലും എൻ്റെ രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നത് ഒരാൾ നമുക്ക് കമൻറ്റിൽ കൂടി അറിയിച്ചു ഉഴുന്ന് വട എങ്ങനെ ഉണ്ടാക്കുക, എങ്ങനെ ഉഴുന്ന് വടയുടെ ഇതൊന്ന് പറയുമോയെന്ന്. അപ്പോൾ നമ്മളൊന്ന് ഉണ്ടാക്കി കാണിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കാണണം. പക്ഷേ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. എണ്ണയൊക്കെ നല്ലപോലെ ചൂടാവട്ടെ. അപ്പോൾ നമ്മൾ ഇട്ട് തുടങ്ങി, 2 എണ്ണം ഇട്ട്, അപ്പോൾ 3-ാമത്തെയും കൂടി നമ്മൾ ഇടുകയാണ്. അപ്പോൾ ഉഴുന്ന് വട നല്ലോണം വെന്ത് പൊന്തി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ടാൽ മതി. അപ്പോൾ നമ്മുടെ ഉഴുന്ന് വടയൊക്കെ നല്ലപോലെ പൊന്തിയിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചും മറിച്ചും കൊടുക്കണം, അല്ലെങ്കിൽ ഒരിക്കൽ തന്നെ അതേ കിടക്കാം. നമ്മുടെ ഉഴുന്ന് വടയൊക്കെ നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട്.
നമ്മുടെ ഉഴുന്ന് വടയൊക്കെ നല്ലപോലെ പൊന്തി ഉണ്ടാക്കി കഴിഞ്ഞു. ഇതാ ലാസ്റ്റാണിത്. നല്ലപോലെ പൊന്തി വരുന്നുണ്ട്. ഇതേ നമ്മുടെ ഉഴുന്ന് വടയൊക്കെ അയക്കണേ നല്ലപോലെ പൊന്തി വരുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ചുട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ചായ ഇതേ ഇപ്പുറത്തെ അടുപ്പത്ത് ചായ തിളയ്ക്കുന്നുണ്ട്. അപ്പം ഇന്ന് 4 മണി ചായക്ക് ഉഴുന്ന് വടയാണ്. ഉഴുന്ന് വട നിങ്ങളെ മുന്നിലും കാണിക്കാം. നമ്മളോട് ആവശ്യപ്പെട്ടവർക്കും കണ്ട പോലെയായി, നമുക്ക് ചായക്കും കടിയായ പോലെയായി. അപ്പം എല്ലാം കൂടി ചായ തിളച്ചു ഏകദേശം അയക്കണം. അതുപോലെ നിങ്ങളും 4 മണി ചായക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ ഉഴുന്നുവട കഴിക്കണം തോന്നി അതുപോലെ ഒരു ഗ്ലാസ് അരി ഉഴുന്നെടുത്ത് വെള്ളത്തിലിടുക. ഒരു പണിയില്ല. ഒരു തരി കുരുമുളക്, ഒരു തരി 2 വലിയ ചെറിയുള്ളി, 2 പച്ചമുളക്, തരി വേപ്പില, പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല വേണമെന്ന്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരമാണ്. ഉഴുന്ന് വടയ്ക്ക് വലിയതൊന്നും എനിക്ക് തോന്നണില്ല കഷ്ടപ്പാടൊന്നും, ഒരു കഷ്ടപ്പാടും ഇല്ല. എത്ര പെട്ടെന്ന് നമുക്കൊരു ഉഴുന്ന് 10 രൂപയല്ല, 10 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഉഴുന്ന് വാങ്ങി ഉണ്ടാക്കി നമുക്ക് ഇഷ്ടംപോലെ എല്ലാവർക്കും കഴിക്കാം. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഉഴുന്ന് വടയൊക്കെ നല്ല പോലെ അയക്കണേ. അപ്പോൾ വീണ്ടും വരാം. അപ്പോൾ ഇതുപോലൊരു വീഡിയോ ആയി നിങ്ങളെ മുന്നിലേക്ക് വരാം ഇൻഷാ അല്ലാഹ്.